രാവിലെ ഒന്നും രക്ഷയില്ലാതെ. വാട്സൺ രാവിലെ സെൻട്രൽ കഫേയിൽ പോയിരുന്നല്ലേ? എന്ത് സെൻട്രൽ കഫേ, അവിടുന്ന് രാവിലെ കോഫി കുടിച്ചിട്ടില്ല വന്ന്? അല്ല അതിപ്പോ എങ്ങനെ? ഡോർ തുറന്ന് കയറിയപ്പോൾ തന്നെ കോഫിയുടെ സ്മെൽ. അതിന്റെ കൂടെ സെൻട്രൽ കഫേയുടെ തൊട്ടടുത്തുള്ള ഷോൺസ് ബേക്കറി കിട്ടുന്ന സ്പെഷ്യൽ ചിപ്സിന്റെയും ആണ് വരുന്നത്. മാത്രമല്ല വാട്സൺ ചെറുതായിട്ട് അണയ്ക്കുന്നുണ്ട്. അതായത് ഷോൺസ് ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ഓടി. Am I right? നോ No. നോ. അപ്പൊ കോഫിയുടെ മണം, ഞാൻ ദേ ഇപ്പൊ ഇട്ടാ. ചിപ്സിന്റെ മണം അതും കയ്യിലുണ്ട്. നിനക്ക് കണ്ണ് കാണത്തില്ലേ? ഞാനങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. ഇതെന്ത് കമ്പ്യൂട്ടറിൽ എന്ത് പണി? സ്കൈ സിസ്റ്റംസിൽ കഴിഞ്ഞ വീക്ക് നടന്ന ഡേറ്റ ബ്രീച്ച് ഓർമ്മയുണ്ടോ? ഞാനവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ USB ഡ്രൈവ്, അതും ആരും ശ്രദ്ധിക്കാത്തൊരു മൂലയ്ക്ക് കിടക്കുമായിരുന്നു. അതും പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു. ഒരു നല്ല ഡിറ്റക്റ്റീവ് തെളിവുകളൊന്നും മിസ്സാക്കാറില്ല എന്ന് ആരാണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ. അല്ല ഇതിപ്പോ എന്ത് കള്ളന്റെ പെൻഡ്രൈവ് ആണോ? എടോ ഇത് മിക്കവാറും ആ ഓഫീസിലെ വല്ല പെൻഡ്രൈവ് ആയിരിക്കും. അവിടുത്തെ സ്റ്റാഫ് ഇപ്പൊ ഇതും തപ്പി നടക്കുമായിരിക്കും. ഓഫീസ് യൂസ് ചെയ്യുന്ന എല്ലാ HP പെൻഡ്രൈവ്, ഇത് സാൻഡിസ്ക്. ഇനി ഇത് അവരുടെ പെൻഡ്രൈവ് ആണെങ്കിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവരുടെ കമ്പ്യൂട്ടർ മൊത്തം വൈപ്പ് ചെയ്ത് നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതും കൊണ്ട് എന്തോ ചെയ്യാൻ പോവാ? അവിടെയാണ് ഞാനൊരു എത്തിക്കൽ ഡിലമ അവസ്ഥയിൽ നിൽക്കുന്നത്. എന്താന്ന്? ഈ ഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കണോ വേണ്ടയോ എന്ന്. നോക്കണം, അല്ലാതെ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ശരിയാണ്. പക്ഷേ ഈ കമ്പനിയുടെ ക്ലാസിഫൈഡ് ഇൻഫർമേഷനും ഫയൽസ് ഈ പെൻഡ്രൈവിൽ ഉണ്ടെങ്കിലോ അത് ക്ലയന്റ് കോൺഫിഡൻഷ്യാലിറ്റി ബാധിക്കത്തില്ലേ? കഴിഞ്ഞ മാസം കായംകുളത്ത് കുറച്ച് ന്യൂഡ്സ് ലീക്കായ കേസ് അന്വേഷിക്കാൻ പോയപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എവിഡൻസ് മൊത്തം അരിച്ചു പറക്കി കണ്ടു. അതിൽ നിർണായകമായ തെളിവുകളുണ്ട്. അല്ല അത് ഓപ്പൺ ചെയ്ത് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. സംഭവ സ്ഥലത്തുനിന്ന് പെൻഡ്രൈവ് എടുത്തോണ്ട് ഓടുവല്ലോ. ഓക്കെ അപ്പൊ നോക്കാം അല്ലേ? അല്ല എനിക്കറിയത്തില്ല, എന്തോന്ന് വെച്ചാൽ ചെയ്യും. ഇത്രയും ക്ലീൻ ആയിട്ട് ആ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഹാക്ക് ചെയ്തിട്ട് ഇത് അവൻ അവിടെ ഇട്ടിട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ അവൻ കെയർലെസ് അല്ലെങ്കിൽ അവൻ അമ്മാതിരി കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു മിസ്ഡയറക്ഷൻ. വാട്ട്? അടിച്ചു മാറ്റിയ ഡേറ്റ വെച്ച് അവൻ അവൻ്റെ കാര്യം സാധിക്കുന്നത് വരെ നമ്മളെ ബിസിയാക്കി നിർത്താനുള്ളൊരു വഴി. എന്നാൽ ഇതൊരു ഡെഡ് മാൻ സ്വിച്ച് ആണെങ്കിലോ? എന്നുവെച്ചാൽ അതായത് അവൻ പിടിക്കപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പെൻഡ്രൈവ് വേറെ ആര് ആക്സസ് ചെയ്താലും അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച ജോബ് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓർ അവൻ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് വേറൊരാൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെൻഡ്രൈവ് അവൻ അവിടെ തന്നെ പ്ലേസ് ചെയ്താണെങ്കിലോ? വേറെ ആര് കളക്ട് ചെയ്യും? മേ ബി ആ കമ്പനി തന്നെ ഉള്ളൊരു ഇൻസൈഡർ, അവൻ്റെ അക്കോംപ്ലസ്. ഗുഡ് തിങ്കിങ് വാട്സൺ. താങ്ക്സ്. പക്ഷെ അതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള സമയമോ ബുദ്ധിയോ പെട്രോൾ കാശോ നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇത് തുറന്നു നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഓക്കെ, എന്തോ എഴുതിയേക്കുന്നേ? ഡു നോട്ട് ഓപ്പൺ. എന്നാ തുറക്കണ്ട. വാട്സൺ, ഇത് റിവേഴ്സ് സൈക്കോളജിയാണ്. എങ്ങനെ? ഡു നോട്ട് ഓപ്പൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കും എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ തുറക്കണ്ട. എന്നാൽ നമ്മൾ ഇങ്ങനെ തന്നെ ആലോചിച്ച് തുറക്കാതിരിക്കും എന്നവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പോ റിവേഴ്സ് സൈക്കോളജി ആയിരിക്കും. അപ്പൊ നോർമൽ സൈക്കോളജി ആയില്ലേ? എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും തുറക്കാൻ പോവാം. പാസീവ് അഗ്രഷൻ. ഇതാണോ പാസീവ്? ഇത് കണ്ട് പേടിച്ച് പിന്മാറും എന്നാണ് അവൻ ബുദ്ധി. ഇതിനകത്തൊരു വൈറസ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്തായാലും 50-50. നോ, അതിലും കൂടുതലുണ്ട്. ഇറ്റ്സ് 70-50. പക്ഷെ ഐ ഡോണ്ട് കെയർ. വാട്സൺ, മഴ നനഞ്ഞായിരുന്നു അല്ലേ? ഇട്ടിരിക്കുന്ന ജാക്കറ്റിന്റെ താഴെ ഭാഗത്ത് കുറച്ച് നനവുണ്ട്. അതായത് ലേറ്റ് ആയതുകൊണ്ട് കുട പിടിച്ചുകൊണ്ട് മഴയെ തോടി. മാത്രമല്ല സോക്സിലും ചെറിയ നനവ്, അതായത് ഷൂസിനകത്ത് വെള്ളം കയറുന്ന രീതിയിലുള്ള മഴയായിരുന്നു. ആം ഐ റൈറ്റ്? രാവിലെ കാപ്പി ഉണ്ടാക്കിയപ്പോൾ വെള്ളം തെറിച്ച്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എവിടുന്ന് വരാൻ? ഞാൻ ഇന്നലെ ഇവിടെ അല്ലേ കിടന്നേ. ശരിയാ, എന്തൊരു മണ്ടറാണ്. അപ്പൊ സോക്സിലെ വെള്ളം? അത് കിച്ചണിലെ ടാപ്പ് പൊട്ടി. കിച്ചൺ മൊത്തം വെള്ളത്തിനടിയില്ല. ഓക്കെ, ഞാൻ തുറക്കുക. നമസ്കാരം. ഇത് എൻ്റെ പെൻഡ്രൈവ് ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഡേറ്റ മൊത്തം ഞാൻ അടിച്ചു മാറ്റിയെന്ന്. ബട്ട് നോ, നിങ്ങളുടെ ഈ കമ്പനി എന്ത് പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അവിടുത്തെ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ ഒരു മനസ്സ് ഒരു സന്തോഷം. ഫോർ എക്സാമ്പിൾ, Bombardiro crocodilo. അടിച്ചുപോയി. വാട്സൺ, മര്യാദയ്ക്ക് പറഞ്ഞ പോലെ റോഡ് റാഷ് വിട്ടുകാരെ അതും വിളിച്ചോണ്ടിരുന്നാൽ മതിയെന്ന്.
വാട്സൺ, എൻ്റെ പ്രാഥമിക നിഗമനം ഈ പെൺഡ്രൈവ് ഉപയോഗിച്ചാണ് അവൻ അവിടുത്തെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തത്. എന്തായിരുന്നു